ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മിറക്കിൾ മോർണിംഗിനെ കുറിച്ചാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു ചിട്ടയും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാർഗം. ഇത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാനൊരു 21 ഡേയ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതൊരു നിങ്ങളിലേക്കും കൂടി എത്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അതായത് നമ്മളുടെ ഓരോ പ്രഭാതവും നമുക്ക് വളരെ വിലപ്പെട്ട ഒന്നായിട്ടാണ് പ്രപഞ്ചശക്തി നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളുടെ ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഒരു ചിട്ടയായ ഒരു ജീവിതശൈലി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന് ചെയ്യേണ്ടത് ഒരു 6 കാര്യങ്ങളാണ് നമ്മളതിന് ആ മിറക്കിൾ മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം തന്നെ പുലർച്ചെ എഴുന്നേറ്റ് 1 മിനിറ്റ് സമയം നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മളുടെ അവബോധത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് 1 മിനിറ്റ് സമയം ഒന്നിരിക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമതായി ഈ സ്വപ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ഈ പുലർച്ചെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പുലർച്ചെ. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ അരമണിക്കൂർ ഇത് പ്ലാറ്റിനം 30 എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ലൈഫിലെ ഏറ്റവും അമൂല്യമായ ഈ ഒരു സമയം പലർക്കും അറിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ പലരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇങ്ങനെ നിങ്ങൾ വിഷ്വലൈസേഷനും അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ ചെയ്ത് മനസ്സിനെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി അത് ശരീരത്തിനും വേണ്ടേ, അപ്പോഴല്ലേ അത് പൂർണ്ണമാകുന്നത്. അതിനായിട്ട് ഒരു എക്സസൈസ്, അതും അല്ലെങ്കിൽ യോഗ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആശയങ്ങളും സ്വപ്നങ്ങളും എന്തൊക്കെയാണോ അതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കുക. എഴുതി വെക്കപ്പെടുന്ന സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യങ്ങളാകുന്നത്. ഇതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി ഉള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ പുലർച്ചെ എഴുന്നേൽക്കാനും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ശീലം, ഒരു ചിട്ട ജീവിതത്തിൽ കൊണ്ടുവരിക. രാത്രി ഉറങ്ങുന്ന ആ ഒരു ടൈം, ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഇച്ചിരി നേരത്തെ കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഉണരുമ്പോൾ ആദ്യം തന്നെ ഫോൺ എടുത്ത് നോക്കുന്ന ആ ശീലം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിക്കാമെന്നുണ്ടെങ്കിൽ വളരെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.